ഇന്ന് നമുക്കൊരു ഡേ ഇൻ മൈ ലൈഫ് കാണാം കേട്ടോ. അതായത് ഇന്ന് ഇപ്പോഴത്തെ കാണിക്കുക തന്നെ, പക്ഷേ എക്സ്ട്രാ എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ജിമ്മിന് പോകുന്നതും ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും സ്കിപ്പാക്കാതെ കണ്ടോക്കണം കേട്ടോ. ഹായ് ഹലോ, ഞാൻ നിങ്ങളെ നാസി. അപ്പോൾ എല്ലാവരും ഒന്ന് എൻ്റെ വീഡിയോക്ക് സപ്പോർട്ട് ആക്കാൻ കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് വേഗം പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെ സപ്പോർട്ട് എനിക്ക് എത്രയ്ക്കും ആവശ്യമല്ലേ. അങ്ങനെ ഇതാ രാവിലെ എനിക്ക് ബെഡ്ഷീറ്റെല്ലാം കറക്റ്റാക്കിയിട്ട് മൈന് ജനൽ ഓപ്പൺ ആക്കണം കേട്ടോ. ഇല്ല എനിക്കൊരു ശ്വാസം മുട്ടിയെ കാണിക്കുന്നുണ്ടാവും. അങ്ങനെ ജനലെല്ലാം ഓപ്പൺ ആക്കിയിട്ട് നേരെ താഴെ പോകുന്നുള്ളത് ബ്രഷ് ആക്കാൻ. അതിനപ്പോഴത്തേക്ക് തന്നെ സ്റ്റാർട്ടാക്കിയിട്ട് ആ ടി വി വെച്ച് താമീന്ന് പറഞ്ഞു. എനിക്ക് രാവിലെ കണ്ണ് തുറന്നാൽ മതി, താഴെ പോകണം, അപ്പം തന്നെ ടി വി വെച്ചിട്ട് കൊടുക്കണം. അങ്ങനെ എന്താ ഞാനൊരു ഫേസ് വാഷ്, അതായത് ഡോക്ടർ സജഷൻ ആക്കിയിട്ടുള്ള ഒരു ഫേസ് വാഷ് യൂസ് ആക്കുന്നില്ലത് കേട്ടാ. എന്നിട്ട് ജിമ്മിൽ പോകുന്നത് കൊണ്ട് രാവിലെ വെള്ളം കുടിക്കാൻ പറഞ്ഞാൽ എനിക്ക് വെള്ളം കുടിച്ചെങ്കിൽ ആന്നില്ല കേട്ടോ, ഛർദ്ദിക്കാനെല്ലാം മുട്ടും. അങ്ങനെ എങ്ങനെയല്ലോ പിടിച്ചിട്ട് എന്താ പറയല്, അങ്ങനെയല്ലോ ട്രൈ ആക്കിയിട്ട് ഒരു പാട്ട കുടിച്ചിട്ട് പകുതി പാട്ട കുടിച്ചിട്ട് നേരെ മുറ്റടിക്കാൻ വന്ന്. എന്നിട്ട് പകുതി ഇത് അപ്പോഴത്തേക്ക് കുറച്ച് ഓക്കെ ആവും എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ മുറ്റടിച്ചിട്ട് ബാക്കി ഉള്ള പാട്ടത്തെ വെള്ളം കുടിക്കാമെന്ന് പറഞ്ഞ് ചാട് വെച്ചിട്ട് വന്നിട്ടുള്ളത്. അങ്ങനെ ഇപ്പോൾ പിന്നെ ഉണ്ടല്ലോ മഴ വരുന്നത് കൊണ്ട് എന്നടിച്ചെങ്കിൽ നാളെ ഫുള്ള് കാട്ടായിരിക്കും കേട്ടോ. ബേജാറായി പോകുന്നു. മുറ്റ ഫുള്ള് ഇല കാണുമ്പോഴത്തേക്ക് അടിച്ച് പോകുന്നു. പക്ഷേ എന്താ പറയല്, ഇങ്ങനെ പിറ്റേ ദിവസം ഇന്ന് നല്ല ഭംഗി ക്ലീൻ ആക്കിയിട്ട് പിറ്റേ ദിവസം എല്ലാം മഴ വരുന്നതുകൊണ്ട് ഇങ്ങനെ കാറ്റടിക്കുന്നല്ല എല്ലാം മുറ്റത്തിലുണ്ടാവും. അപ്പോഴത്തേക്ക് ഇത് അയനും എൻ്റെ ആടെ മുട്ടി ഈടത്തേക്ക് ഉമ്മത്താ, പിന്നെ ഈടെ തടവിത്താ അങ്ങനെയെല്ലാം പറഞ്ഞിട്ട് എന്തെല്ലോ കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഈടെ മുട്ടിയാലും എനിക്ക് ഭയങ്കര പ്രശ്നം. അങ്ങനെ നമ്മളെ ഇവിടെ രണ്ട് ഫ്ലവർ ചെയ്തു എന്താണെന്ന് വെച്ചുള്ളത് ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ ചാമങ്ങ നോക്കാൻ പോയിട്ട് അപ്പോഴത്തേക്കാണ് ഈ ഉറുമ്പ് കാണുന്നത്. എത്ര ഉറുമ്പെന്നറിയാം, നിറച്ച് ഉറുമ്പുണ്ടാവും. പക്ഷെ ഒരു ചാമങ്ങ ഇല്ല കേട്ടോ. രണ്ടാമത്തെ ഇതിൽ പോയിട്ട് നോക്കുമ്പോൾ ആടും ഇല്ല. കളിക്കാൻ പിള്ളമാരെ വരുന്നതുകൊണ്ട് നമുക്ക് ഇങ്ങനെ കിട്ടില്ല കേട്ടോ. ഇപ്പോൾ ചാമങ്ങ ഒന്നും കിട്ടില്ല. ഈ മരത്തിൻ്റെ ചാമങ്ങ നല്ല രസം ഉണ്ടാവും കേട്ടോ. പിന്നെ നേരെ പോയിട്ട് വെള്ളം കുടിക്കുമ്പോൾ അയ്യാനും ഹെൽപ്പാക്കി കുറച്ച്. പിന്നെ നേരെ പത്തൽ ചൂടാൻ പോയിട്ടാണ്. പത്തൽ ചൂടുമ്പോൾ അയ്യാൻ ഇങ്ങനെ അടിങ്ങേറാക്കുന്നുണ്ടായിന്. ഓന് വാഷിംഗ് മെഷീനെ വെള്ളം തിരിക്കാനും ഒന്നാമത്തെ ഡ്രസ്സ് ഉണ്ടായിന് വാഷാക്കിയത്, അതിന് വീണ്ടും വെള്ളം ഇതാക്കുന്നുണ്ടായിന്. ഭയങ്കര ഡിസ്റ്റർബ് ആക്കിയിട്ടാണ്. പിന്നെ പത്തൽ ചൂടുമ്പോഴത്തേക്ക് ബാബി കോളാക്കിയിട്ട് പറഞ്ഞു, അച്ചു ഒന്ന് നീ പെരക്ക വരണം, ഐശ്വന് ഒട്ടും കഴിയുന്നില്ല, ജസ്റ്റ് ഒന്ന് മെഡിസിൻ വാങ്ങിയിട്ട് വന്നാൽ മതി, വേണമെങ്കിൽ കാണിക്കാമെന്ന് വെച്ച്. അങ്ങനെ ഡ്രസ്സെല്ലാം ചേഞ്ച് ആക്കിയിട്ട് മൈനും മോയ്സ്ചറൈസറും സൺസ്ക്രീം ഇട്ടിട്ട് പോകുന്ന കേട്ടോ. ഇതിട്ടിട്ട് പോയില്ലെങ്കിൽ ആയില്ല ഗൈസ്. അതുകൊണ്ട് ഞാൻ നല്ല പാങ്ങിൽ മോയ്സ്ചറൈസറും സൺസ്ക്രീം ഇടുന്നത്. മോയ്സ്ചറൈസർ ഞാൻ ഫുൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ, സൺസ്ക്രീമും ചെയ്ത് കൊടുക്കുന്നുണ്ട്. പക്ഷേ വീഡിയോയിൽ വന്നിട്ടാണ്. അങ്ങനെ ഞാൻ എന്താ പറയല് സൺസ്ക്രീം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മൾ ജസ്റ്റ് പുറത്തിറങ്ങി ഇപ്പോൾ എന്താ പറയല് ഭയങ്കര വെയിലും തന്നെ. മഴ പെയ്യുന്നുണ്ടെങ്കിലും വെയിൽ നല്ല എരിയുന്നു കേട്ടോ. മുളക് തേച്ച് കണിക്കുണ്ടാന്ന്. പിന്നെന്താ അപ്പോഴത്തേക്ക് ബാബി പറഞ്ഞു, ഞാൻ ഫോട്ടോ നീ ഇങ്ങോട്ട് വരണ്ട, ഫോട്ടോ ഞാൻ അയച്ചു തരാം, നീ അത് ഡയറക്റ്റ് പോയിട്ട് കൊണ്ടുവന്നാൽ മതി. അങ്ങനെ ഞാൻ എൻ്റെ കുതിര വണ്ടിയിൽ പോകുന്നില്ല ഇതിട്ടാ. അങ്ങനെ നേരെ അവിടെ എത്തി. ഞാൻ ഓക്സിജനിൽ പോയിട്ടുള്ളത്. അവിടെ ഫാമസിലെത്തുമ്പോഴത്തേക്ക് നല്ല തിരക്കുണ്ടായിട്ടാ. അവിടെ കുറേ നേരം ഞാൻ കുത്തിയിരുന്നു ഗൈസ്. അങ്ങനെ അവിടെ എത്തിയിട്ടാകുമ്പോൾ ഒരാളുണ്ടായത്, പക്ഷേ അയാൾക്ക് കുറേ ടാബ്ലറ്റ്സ് വേണമായിരുന്നു. പക്ഷേ ഒരേ പെണ്ണുണ്ടായിച്ചു. ഭയ്യ കുറേ ആൾ വന്നിട്ടാ. പിന്നെ ഞാനിത് ആടെ കുറേ എന്തെല്ലോ ഐറ്റംസ് ഉണ്ടായിന്, അത് നോക്കിക്കൊണ്ടിരുന്നു. പിന്നെ കുറേ നേരം കുത്തിരുന്നിട്ട് ബേനയായിപ്പോയി. അപ്പോഴത്തേക്ക് മരുന്ന് കിട്ടി. ഐശുവിന് മെയിനായിട്ട് ചുമയും ജലദോഷം കേട്ടോ. അങ്ങനെ ശ്വാസം മുട്ടുന്നുണ്ടായിന്, പനിയൊന്നും ഉണ്ടായിച്ച. അങ്ങനെ ഞാൻ പോയപ്പാട് ബാബി എന്തൊക്കെയെന്ന് വെച്ചെങ്കിൽ മരുന്ന് കൊടുത്തിട്ടാകുമ്പോൾ നല്ല പാങ്ങിലേക്ക് ഛർദ്ദിച്ച് വയ്യോടും എല്ലാം ഇങ്ങനെ കുറച്ച് ഓക്കെ ആയിട്ടാണ്. പക്ഷേ ഇതാക്കണ്ട, ഞാൻ പോകുമ്പോഴത്തേക്ക് പാപ്പായിട്ട് കിടക്കുന്നുണ്ട്, ഫുൾ ടയേർഡായിട്ടുണ്ട്. ഒട്ടും കഴിയുന്നുണ്ടായിച്ചാൽ കാണുമ്പോൾ എന്തോ ബേജാറായിട്ടാണ്. പാത്തു ജാജ് എല്ലാ പിള്ളമാരും ഇരുന്നിട്ട് ഒരു സൈഡിൽ ഇരുന്നിട്ട് അപ്പത്തും നിന്നുണ്ടായിന്. ചപ്പാത്തിയും പാചകറിയും ഞങ്ങൾക്ക് കാണുമ്പോൾ കൊതിയും ഞാനും തിന്നിട്ടാ. അപ്പോഴത്തേക്ക് ഷെസ് ചെറിയ കുഞ്ഞായിട്ടുണ്ട്, ഓന് ആടെ ഇരുന്നിട്ട് കളിക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഇരുന്നിട്ട് ചപ്പാത്തി തിന്നിട്ടാ. ബാബി ഇന്ന് ചപ്പാത്തി മൈദ ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ ബാജിക്കറി ഉണ്ടായിന്. അപ്പോഴത്തേക്ക് എന്താ പറയുക എന്തെല്ലോ നമ്മളിങ്ങനെ സ്റ്റോറി പറഞ്ഞുകൊണ്ടുള്ളത്. അപ്പോഴത്തേക്ക് ഈ ചെക്കനുണ്ടല്ല ഐശുവിന് വെറുതെ അലമ്പാക്കി കോണുണ്ടായിരുന്നു. ഓനിക്ക് എടുത്തിട്ട് കളിപ്പിക്കണം, അതിന് ഒട്ടും കഴിയുന്നുമില്ല. ഓന് പറഞ്ഞത് തന്നെ ഓളതേ കണിക്ക് ഇതാക്കും കേട്ടോ, അല്ലെങ്കിൽ ക്യൂട്ടായിട്ടാക്കും. അപ്പോഴത്തേക്ക് രണ്ടാമത്തെ ട്രോഫി വീഴുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഈ കറി കുറേ വേണം,
ഈ കറി കുറച്ച് വേണം അങ്ങനെ ഒരുത്തന് വീണ് തിരഞ്ഞിട്ട് കറിയുന്നുണ്ട്. അപ്പോഴത്തേക്ക് ബാബി ഒരു ടോപ്പ് നമുക്ക് വാങ്ങിയിട്ടുണ്ടായിട്ട് അത് തന്ന് അങ്ങനെ അതും മുതലാക്കിയിട്ട് കുറച്ച് പാക്കെല്ലാക്കിയിട്ട് നേരെ പെരക്ക് പോകുന്നുള്ളത്. അപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് ജിമ്മിന് പോകാനായിട്ടുണ്ടായിട്ടാ ഒന്ന് അടിച്ചിട്ട് ഒന്ന് ഉണ്ടായിച്ചാൽ അപ്പോഴത്തേക്ക് ഞാൻ എന്താക്കി വേഗം ക്ലീൻ ആക്കിയിട്ട് അങ്ങനെ പോവാൻ എന്ന് വെച്ചാൽ വന്നേ ജിമ്മിന് പോയിട്ട് വന്നേ പിന്നെ ഒന്നും കഴിയില്ല, ഫുൾ ടയേർഡായിട്ടുണ്ടാവും. അതുകൊണ്ട് ഞാൻ എന്താക്കി ഫുള്ള് വേഗം ക്ലീൻ ആക്കിയിട്ട് എന്താ പറയുക കുറച്ച് പണിയും കൂടിയുണ്ട്. അപ്പോൾ കറക്റ്റ് ടൈം ആവും എന്ന് പറഞ്ഞിട്ട് വേറെ ഇടയിൽ. പക്ഷേ സംഭവം എന്താ വെച്ചെങ്കിൽ ഉമ്മക്ക് സ്റ്റോർ വരെ പോകാനുണ്ടായിന്, അതുകൊണ്ട് കുറച്ച് ലേറ്റായി. അമ്മ വരുമ്പോഴത്തേക്ക് 11 മണിയാകും, നമുക്ക് 10:30 എത്തേണ്ടത്. അങ്ങനെ 11 മണിയായിട്ടാണ്. അന്ന് ആടെ ഉണ്ടായ അൽക്കുലത്ത് പണിയെല്ലാം ഉണ്ടായത് കൊണ്ട് മടിക്കേക്കാനും ക്ലീൻ ആക്കാനും അങ്ങനെ ഉണ്ടായതല്ല. അങ്ങനെ മല്ലേനാക്കുന്നില്ല. അപ്പോഴത്തേക്ക് അയ്യനു എടുപ്പം നമ്മി അമ്മീനൊക്കെ ഞാനും പറ്റാന്ന് പറഞ്ഞ് സോപ്പിങ് ഇട്ടുകൊണ്ട് വിന്നുണ്ടായിട്ടാ. നമുക്ക് പാൻറ് ഇടണം അമ്മി, നമുക്ക് എന്താ പറയുക ഷർട്ട് ഇടണം. എന്നിട്ട് ഞാനൊരു ഡ്രസ്സ് ഇട്ടെടുത്ത് അത് വേണ്ട എനിക്ക് പാൻറ് തന്നെ വേണം, പുതിയ തന്നെ വേണം എന്ന് പറഞ്ഞിട്ട് തുടങ്ങി. ഇങ്ങനെ അൽവാക്കിക്കൊണ്ട് ഞാൻ പറഞ്ഞു നമുക്ക് ഫുഡെല്ലാം കഴിച്ചിട്ട് പോവാം, എന്നാൽ എനിക്ക് എന്താ പറയല്ലേ വലിയ മുട്ടായെല്ലാം വാങ്ങി തരാമെന്നല്ല പറഞ്ഞിട്ട് ഇതാക്കുന്നില്ല. പക്ഷെ ഒന്ന് തുന്നിയിട്ട് കേട്ടോ ഒരു ബായ് എടുത്തിട്ട് അങ്ങനെ റിട്ടേൺ ഒക്കെ തന്നെ തന്നു. പിന്നെ ഓനെ ആടെ എത്തിച്ചിട്ട് നേരെ ജിമ്മിന് റെഡി ആകുന്നില്ല. അപ്പോഴത്തേക്ക് എനിക്ക് നല്ല ഡൗട്ട് അടിച്ച് എന്നെ വീട്ടിൽ റെഡിയോ പോകുന്നതെന്ന് പറഞ്ഞിട്ട് മോള് വന്നിട്ട് ഡ്രസ്സെല്ലാം ആക്കിയിട്ട് നേരെ താഴെ പോയിട്ടുള്ളത് കേട്ടോ. ഞാൻ പറഞ്ഞു അമ്മി റെഡി ആയിട്ട് വരട്ടെ. അപ്പോഴത്തേക്ക് ബേബി ഷൂ ഇങ്ങനെ ടി വി നോക്കിക്കോന്ന് പറഞ്ഞിട്ട് നല്ല ഓനെ ഒപ്പിച്ചിട്ട് താഴെ ആക്കിയിട്ട് റെഡിയാകുന്നില്ലത് കേട്ടോ. പക്ഷേ എന്താ വെച്ചെങ്കിൽ ഇറങ്ങാനാകുമ്പോഴത്തേക്കോന് എന്താ പറയല് കണ്ട് നല്ലോണം കരഞ്ഞിട്ടാ. അങ്ങനെ ഞാൻ വീണ്ടും എന്താ പറയല് മോയ്സ്ചറൈസറും സൺസ്ക്രീമും അപ്ലൈ ആക്കുന്നുണ്ട് കേട്ടോ. നേരത്തെ പണിയെടുത്തിട്ടെല്ലാകുമ്പോഴത്തേക്ക് ഫുൾ ബേർത്തിട്ട് മുഖമെല്ലാം കഴിഞ്ഞിട്ടുണ്ടായിന്. അപ്പോഴത്തേക്ക് ഞാൻ നല്ല പാങ്ങിൽ മുഖം കഴുകിച്ച് മോയ്സ്ചറൈസറും പിന്നെ സൺസ്ക്രീം ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ലിപ്സ്റ്റിക്കും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് എന്താ പറയല് എൻ്റെ ചുണ്ടിപ്പോൾ കുറച്ച് എന്താ പറയല് മുമ്പത്തിനേക്കാൾ കുറച്ച് ഓക്കെ ആയിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ കാണുമ്പോൾ ഒരു ലിപ്സ്റ്റിക്ക് ഇട്ടെങ്കിലേ അതിലൊരു ഓക്കെ ആവും. അങ്ങനെ എന്താ ലിപ്സ്റ്റിക്ക് ഇട്ട് കുറച്ച് ഓവറായി എനിക്ക് തോന്നിയിട്ട് അപ്പോൾ ഞാൻ അത് നല്ല കുറച്ച് കളഞ്ഞ് പിന്നെ ഹെയർ ഒന്ന് സെറ്റാക്കണം. നല്ല പാങ്ങിൽ കോമാക്കിച്ച് എന്താ പറയല്ലേ എന്നെ ബാഗ് ഒന്ന് റെഡിയാക്കാനുണ്ട്. അതായത് എൻ്റെ ബാഗിലുണ്ടല്ല ശരിക്കും പറഞ്ഞെങ്കിൽ ഒരു ഷൂവും ടവലും പിന്നെ നമ്മളെ എന്താ പറയല് ബോട്ടിൽ വെള്ളത്തിൻ്റെ ബോട്ടിൽ മസ്റ്റ് വേണം. ആടെ എത്തിയിട്ട് ഒരു കുറേ വർക്കൗട്ട് ഉണ്ട്. പകുതി ആകുമ്പോഴത്തേക്ക് നമുക്ക് എല്ലാം കാണും, അത് ഭൂമി ആകാശം എല്ലാം കാണും. അപ്പോഴത്തേക്ക് വെള്ളം കൊണ്ടുപോകണം. എൻ്റെ ബോട്ടിൽ കുറച്ച് ശരിയില്ല, അതുകൊണ്ട് ചെമ്മൂൻ്റെ ബോട്ടിൽ എടുത്തിട്ട് പോകുന്നുണ്ട് വെള്ളം നിറച്ചിട്ട്. അപ്പോഴത്തേക്ക് പറ വന്നിട്ടുണ്ടായിന് അത് എന്താ പറയുക കസിൻ്റെ മോനിട്ട. അപ്പോൾ അവൻ വന്നിട്ടുണ്ടായിരുന്നു. അവന് ബെടി പൊട്ടിക്കാനായിട്ട് അവന് കളിക്കാനായിട്ടാണ് വന്നത് അവൻ്റെ ഇച്ഛനൊക്കെ. സോ അപ്പോഴത്തേക്ക് ബെടിയടിയൊക്കെ ഇട്ടിച്ചാകുമ്പോഴത്തേക്ക് എന്താ പറയലേ തീപ്പെട്ടിന് വന്നിട്ടുണ്ടായത്. പിന്നെ അവന് പൊട്ടിച്ചിട്ടാകുമ്പോഴത്തേക്ക് ഉമ്മ വന്ന് ഇതുണ്ടായിന് ഓട്ടോറിക്ഷ ഉണ്ടായിന്. അപ്പോൾ അതിൽ തന്നെ കയറിയിട്ട് പോയിട്ടാ അതിനെ നല്ലോണം കയറി. എനിക്ക് ഭയങ്കര സങ്കടം, അമ്മീ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കയറിയുന്നുണ്ടായിന്. ഇവിടെ പുള്ളന്മാർ കൊണ്ടെത്തുന്നുണ്ട്, പക്ഷേ കുറച്ച് വലിയ പുള്ളന്മാർ കേട്ടോ. ഒരു ഞങ്ങൾക്ക് തോന്നുന്നു ഒരു LKG അങ്ങനെയെല്ലാം വീഴുന്ന പിള്ളമാരെല്ലാം ആടെ ഉമ്മമാർ കൂട്ടിക്കൊണ്ട് വന്നിട്ട് എത്തിക്കലുണ്ട്. പക്ഷെ എനിക്ക് എന്താ പറയലേ കൊണ്ടുപോകാൻ ഞങ്ങൾക്ക് പേടിയെന്ന് വെച്ചെങ്കിൽ ചെറുതല്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു ഓക്കെ ഇല്ല. അതുകൊണ്ട് ഞാൻ ഓരോ കൊണ്ടുവരുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ അടുത്ത മാമിനോട് ചോദിച്ചു എത്ര ഏജ് ആകുമ്പോഴത്തേക്കാണ് ഇവിടുത്തെ പിള്ളമാർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ പറഞ്ഞാൽ 8 വയസ്സെന്ന്. അപ്പോൾ ഞാൻ വെറുതെ ചോദിച്ചത് എന്താ വെച്ചെങ്കിൽ കുറച്ച് 5 വയസ്സാണെന്നുണ്ടെങ്കിൽ അതിനെ ട്രൈ ആക്കാൻ എന്ന് പറഞ്ഞിട്ട് ഒറ്റയ്ക്ക് കരാട്ടക്കെല്ലാം ഇടാണെന്ന് നല്ല മനസ്സിലുണ്ട്. പക്ഷെ നോക്കാം ഇൻഷാ അല്ലാ. പിന്നെ നമ്മളെ എക്സസൈസും വർക്കൗട്ടെല്ലാം സ്റ്റാർട്ടാക്കിയിട്ടാണ് എൻ്റെ വെയിറ്റ് ഗെയിനിൻ്റെ അവർ ഏകദേശം അവരത് വർക്കൗട്ട് കഴിഞ്ഞിട്ടുണ്ടായിന്. വെയിറ്റ് ലോസിൻ്റെ അതാണ് മെയിനായിട്ട് ആകുന്നുണ്ടായത്. പിന്നെ എന്താ പറയുക എനിക്ക് ഉള്ള എക്സസൈസ് ഞാൻ ഒരു മൂലയ്ക്ക് ഇരുന്നിട്ട് ആക്കുന്നുണ്ട്, മെല്ലെ ആക്കുന്നില്ല കേട്ടോ. അപ്പോഴത്തേക്ക് ചെമ്മൂൻ്റെത് എന്താ പറയല് വെയിറ്റ് ലോസ് ഉണ്ടല്ലോ. അപ്പോൾ നല്ല അവർക്ക് നല്ല പണിയുണ്ടായിന് കേട്ടോ. അവരെ കാണുമ്പോൾ എൻ്റെ സങ്കടം തോന്നുന്നുണ്ടായിന്. പിന്നെ ഞാനൊരു മൂലയ്ക്ക് ഇരുന്നിട്ട് ആക്കുന്നുണ്ടായിന് കേട്ടോ. എനിക്ക് പറ്റുന്ന കണിക്ക് മെല്ലെ ആക്കുന്നില്ലത്. പക്ഷേ ഇന്ന് കുറേ ആക്കാറുണ്ടായിന്. ഫസ്റ്റ് 2 ഡേയ്സ് മാത്രം കുറച്ച് മാത്രമേ വർക്കൗട്ട് ചെയ്തിരുന്നു. ഇതിൽ കുറേ ഇത് തന്നിട്ടുണ്ടായിന് കേട്ടോ. പേരൊന്നും എനിക്കറിയില്ല, പക്ഷെ കുറേ എണ്ണം ചെയ്യാനുണ്ടായിന്. പിന്നെ എന്താ പറയുക ഞാൻ വെയിറ്റ് നോക്കി, ഞാൻ 45 ഉണ്ട് കേട്ടോ. അപ്പോൾ ഇനി എനിക്കൊരു 56 ആണെന്ന് പറഞ്ഞിട്ടാണ് ആശ. ആവുമെന്നറിയില്ല, പക്ഷെ ഒരു 50 ആയാലും മതി, പ്രശ്നമില്ല. അങ്ങനെ ഇപ്പം ഇനി 5 കിലോ എങ്ങനെയെങ്കിലും കൂട്ടാം. 5, 10, 15 കിലോ കൂടിയെങ്കിലും റഹാത്തായി. അങ്ങനെ എന്താ ഞാൻ നമ്മളെ ജിം അത്യാവശ്യം നല്ല വലിയ ജിം കേട്ടോ. നല്ല രസമുണ്ട്, നല്ല ക്ലീനിങ്ങും അതേ കണക്ക് ആദ്യത്തെ കോച്ചെല്ലാം ഉണ്ടല്ലോ അവർ പറയണത് നല്ല കമ്പനി കേട്ടോ. നല്ല ഭയങ്കര പറഞ്ഞു തരുന്നത്.
പക്ഷേ എന്നത് എന്താണെന്ന് വെച്ചെങ്കിൽ വെയിറ്റ് ലോസ് ഉള്ളവരെ കൊണ്ട് അവരെയും എന്നെ അവർക്ക് ഇതാക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് പറഞ്ഞു നാളെ ഒന്ന് വേഗം വരണം അതെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അപ്പോൾ പോകുമ്പോഴത്തേക്ക് നമുക്ക് നമ്മളെ ടൈമെല്ലാം ഒന്ന് എഴുതാനുണ്ട് കേട്ടോ. പേരും ടൈമെല്ലാം എഴുതിയിട്ടാണ് പോകുന്നത്. പോകുമ്പോഴത്തേക്ക് സ്റ്റെപ്പിൻ്റെ താഴെല്ലാം ഇറങ്ങുമ്പോഴത്തേക്ക് ഇങ്ങനെ കാല് ചെറുങ്ങനെ ഒരു വേദന എടുക്കുന്ന എനിക്കുണ്ടാവും. എന്ന് വെച്ചെങ്കിൽ നല്ല വർക്കൗട്ട് ചെയ്യുന്നത് അല്ല. സോ എൻ്റെ കാള് വേദന ഉള്ളത് ചുമന്ന് കേട്ടോ. എനിക്ക് അത്ര വലിയൊരു സീനില്ല. പിന്നെ അതാ നമ്മൾ നേരെ അതിന് പെരക്ക് പോകുന്നില്ലത് കഴിച്ച്